KSRTCയുടെ ബസ് തകരാറിലായി. ഗവി വനമേഖലയിൽ കുടുങ്ങിയ യാത്രക്കാരെ പുറത്തെത്തിച്ചു. ആശ്വാസ വാർത്തയാണ്. മുഴിയാർ ടൗണിലാണ് ഇവരെ എത്തിച്ചത്. യാത്രക്കാരെ തിരികെ കൊണ്ടുവരാൻ പോയ ബസ്സും കേടായി എന്നത് KSRTC നിഷേധിക്കുകയാണ്. AV ജയശങ്കർ ചേരുന്നു പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി. ജയശങ്കർ, ഇപ്പോൾ രണ്ടാമത്തെ ബസ്സും കേടായോ എന്നുള്ളത് അതിപ്പോൾ KSRTC നിഷേധിക്കുന്നതൊക്കെ ശരിയാണെങ്കിലും വളരെ ആശ്വാസകരമായ വാർത്തയാണ് വരുന്നത്. കാരണം ഇപ്പോൾ 5:45 ഞാൻ ആലോചിക്കുകയായിരുന്നു, ഈ 50 കിലോമീറ്റർ എത്തി വനമേഖലയാണ്, തിരിച്ചെത്തിക്കാൻ വൈകിയാൽ രാത്രിയായാലും ഇത് എന്താകും എന്നുള്ളൊരു അവർ വല്ലാതെ പേടിച്ചു പോകും അല്ലെ, ഇരുട്ടത്ത് എന്ത് ചെയ്യും. പക്ഷേ അത് അങ്ങനെ വേണ്ടി വന്നില്ല എന്നുള്ളത് ആശ്വാസകരമായ വാർത്തയാകുന്നുവല്ലേ ജയശങ്കർ? അതായത് അല്പസമയം മുമ്പാണ് ഈ ബസ്സിൽ കുടുങ്ങിയ 38 യാത്രക്കാരെയും കുമളിയിൽ നിന്ന് വന്ന KSRTCയുടെ ട്രിപ്പ് ബസ്സിൽ മൂഴിയാർ ടൗണിൽ എത്തിച്ചിരിക്കുന്നത്. ഇവിടെ ഭക്ഷണവും വെള്ളവും കടകളും ഉൾപ്പെടെയുള്ള പ്രദേശമാണ്. ഇവിടെയാണ് ഇപ്പോൾ ആളുകളെ എത്തിച്ചിരിക്കുന്നത്. 4 മണിക്കൂറിലധികമാണ് ഈ ചടയമംഗലത്ത് നിന്ന് പോയ 38ഓളം യാത്രക്കാർ ഇത്തരത്തിൽ വനമേഖലയിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. 11 മണിയോടുകൂടി തന്നെ ഈ വിവരം KSRTC അധികൃതരെ അറിയിച്ചു. പക്ഷേ അതിനുശേഷം മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ഇവരെ അവിടെ നിന്ന് മാറ്റാൻ മറ്റൊരു ബസ് എത്തിയില്ല എന്നതാണ് ഈ ബസ്സിലുണ്ടായിരുന്ന ആളുകൾ പ്രധാനമായി ഉന്നയിക്കുന്ന പരാതി. ഇതിനിടയിൽ KSRTC ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു ബസ് അങ്ങോട്ട് അയച്ചു. എന്നാൽ ആ ബസ്സും വഴിയിൽ വെച്ച് കേടാവുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ KSRTC ഇത്തരത്തിൽ ബസ് കേടായി എന്ന നമ്മൾ ഉൾപ്പെടെ പറയുന്ന കാര്യങ്ങൾ നിഷേധിക്കുകയാണ്. അങ്ങനെ ബസ് കേടായിട്ടില്ല. 12:10 തന്നെ ഇവരെ റെസ്ക്യൂ ചെയ്യാനുള്ള ഒരു ബസ് മെക്കാനിക് ഉൾപ്പെടെ അങ്ങോട്ട് അയച്ചു. ആ ബസ് അങ്ങോട്ട് എത്തിച്ചേരാനുള്ള കാലതാമസമാണ് നേരിട്ടതെന്നൊക്കെയാണ് KSRTC പറയുന്നത്. എന്തായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മാധ്യമ വാർത്തകൾക്കൊക്കെ പിന്നാലെ കുമളിയിൽ നിന്ന് വന്ന ഒരു ട്രിപ്പ് ബസ്സിൽ യാത്രക്കാരെ ജനവാസ മേഖലയിൽ കാട്ടിൽ നിന്ന് ജനവാസ മേഖലയിൽ എത്തിച്ചു. യാത്രക്കാർ 4 മണിക്കൂറിലധികം നേരം ഭക്ഷണവും വെള്ളവും പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ സൗകര്യമില്ലാതെയാണ് വനമേഖലയിൽ കുടുങ്ങിയത്. കേരളത്തിൻ്റെ KSRTC വളരെ ഉത്തരവാദിത്വത്തോടു കൂടിയാണ് ഈ KSRTC ബസ് ഉപയോഗിച്ചുകൊണ്ട് ടൂറിസം പ്രൊമോഷൻ്റെ കൂടി ഭാഗമായി ഇത്തരം വിനോദസഞ്ചാര യാത്രകൾ നടത്തുന്നത്. ആ യാത്രക്കിടയിലാണ് ഇത്തരത്തിൽ കുട്ടികളും മുതിർന്നവരും സ്ത്രീകളും ഉൾപ്പെടെ 38 പേർ വനമേഖലയിൽ മണിക്കൂറുകൾ കുടുങ്ങിക്കിടക്കുന്ന കാര്യം എന്തായാലും ഉണ്ടായത്. ഏറ്റവും ഒടുവിൽ KSRTCയുമായി നമ്മൾ ബന്ധപ്പെടുന്ന ഘട്ടത്തിൽ ഈ ട്രിപ്പൊക്കെ മുടങ്ങിയ ഒരു സാഹചര്യത്തിൽ ഈ ട്രിപ്പ് തുക ജീവനക്കാർ തന്നെ അല്ലെങ്കിൽ KSRTC തന്നെ ഇത്തരത്തിൽ ഈ കുടുങ്ങിക്കിടക്കുന്ന യാത്രക്കാർക്ക് തിരിച്ചു നൽകാൻ, ഈ ട്രിപ്പ് ക്യാൻസലായ സാഹചര്യത്തിൽ തിരിച്ചു നൽകാനുള്ള ആലോചനയുണ്ട്. പക്ഷേ ഇതിന് തിരുവനന്തപുരത്ത് നിന്ന് ഉൾപ്പെടെ CMDയുടെ ഉൾപ്പെടെ അനുമതി ലഭിക്കാനുണ്ട്. എന്തായാലും അക്കാര്യത്തിൽ ഒരു ആലോചന എന്തായാലും നടക്കുന്നുണ്ട്. നിലവിൽ ആ 38 യാത്രക്കാരും സുരക്ഷിതരാണ്. അവർക്ക് ഭക്ഷണവും വെള്ളവും ഉൾപ്പെടെ ലഭിച്ചു. പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള സൗകര്യം ഉൾപ്പെടെ ലഭിച്ചിട്ടുണ്ട്. അവർ മൂഴിയാർ ജനവാസിയുള്ള മൂഴിയാറിലെ ടൗൺ എന്ന് പറയാവുന്ന ഭാഗത്ത് നിലവിൽ സുരക്ഷിതരാണ്. ഇനി അവരെ പത്തനംതിട്ടയിലേക്ക് കൊണ്ടുവരണോ അതോ തിരികെ വന്ന ചടയമംഗലത്തേക്ക് കൊണ്ടുപോകണമെന്ന കാര്യത്തിൽ അല്പസമയത്തിനും തീരുമാനവും ഇവർക്ക് വേണ്ടി പകരം ബസ്സും സംവിധാനവും ഒക്കെ എത്തിക്കുമെന്നാണ് KSRTC പറയുന്നത്. എന്തായാലും 38 യാത്രക്കാർ സുരക്ഷിതരാണ്. അവർക്ക് വലിയ ആശ്വാസം പകരുന്ന കാര്യം തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 38 യാത്രക്കാരാണ് അതിലുള്ളത്. അവർ സുരക്ഷിതരായിരിക്കുന്നു എന്നുള്ളത് തന്നെ വലിയ ആശ്വാസകരമായ വാർത്തയാകുന്നു. അവർക്ക് ആവശ്യത്തിന് കുടിവെള്ളം കിട്ടിയിരിക്കുന്നു, അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ നിർവഹിക്കാൻ പറ്റിയിരിക്കുന്നു.